നിങ്ങളല്ലേ പറഞ്ഞ് ലില്ലിക്കുട്ടി ജീവിച്ചിരിപ്പില്ലെന്ന്? ഇപ്പൊ കേട്ടില്ലേ ലില്ലിക്കുട്ടിയുടെ ശബ്ദം? അത് വെറും ശബ്ദമാണ്. ലില്ലിക്കുട്ടിയുടെ ശബ്ദത്തിനോട് സാമ്യമുള്ള മറ്റൊരു ശബ്ദം. ശരിക്കും ലില്ലിക്കുട്ടി ഇപ്പൊ ജീവിച്ചിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ? വിശ്വസിച്ച് പറ്റുമോനെ? വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ ഭ്രാന്തൻ അല്ലേ? എന്ന് പറഞ്ഞാ അങ്ങനെയാണെന്ന് പറയേണ്ടി വരും. അപ്പോ എല്ലാം എന്റെ തോന്നലുകളാണല്ലേ? എന്റെ കണ്ണും കാതും എന്നെ പറ്റിക്കുകയാണ്. അതാണ് ഭ്രാന്ത് അല്ലേ? അതെ. അപ്പോ നിങ്ങളാരും പറ്റിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ഭ്രാന്ത്. അത് അപ്പൊ നിങ്ങളൊക്കെ നോർമല് അങ്ങനെയാണെന്ന് പറയാം. നിങ്ങൾ ആരും പറ്റിക്കുന്നില്ല. ഇല്ല. ഈ സൂര്യൻ ഭൂമിയെ വലം വെക്കുകയാണെന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകൾ നമ്മളെ കാണിച്ചു തരാറുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ആണോ? അല്ല, നമുക്ക് എന്ത് തോന്നുന്നു എന്നതിന്റെ നേരെ എതിരെയാണ് യാഥാർത്ഥ്യം. ഒരു സ്ഫടിക പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ അതിലേക്കിട്ട് ആ ടീസ്പൂൺ വളഞ്ഞിരിക്കുകയാണെന്നും പറഞ്ഞ് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളെ പറ്റിക്കാറില്ലേ? ഒരു വെയിലത്ത് റോഡിൽ വെള്ളം ഉണ്ടെന്നും മായക്കാഴ്ച കാണിച്ച് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളെ പറ്റിക്കാറില്ലേ? അങ്ങനെ തോന്നാറുണ്ട്. ഈ മധുരമുള്ള എന്തെങ്കിലും കഴിച്ചതിന് ശേഷം മധുരയിട്ടൊരു ചായയും കുടിച്ച മധുരയില്ലെന്നും പറഞ്ഞ് നിങ്ങളുടെ നാവ് നിങ്ങളെ പറ്റിക്കാറില്ലേ? ഇവൻ എന്തൊക്കെ അത് മധുരം തോന്നൂല എന്നുള്ളതാണ് സത്യം. അപ്പൊ പിന്നെ സ്വന്തം നാവിനെ വിശ്വസിക്കാവോ? ഈ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ശരിയാണ്. എല്ലാം നിശബ്ദമാണെന്ന് നിങ്ങളുടെ ചെവി പറയുന്നു. പക്ഷേ എത്രയോ റേഡിയോ സിഗ്നലുകളാണ്, മൊബൈൽ ഫോണുകളാണ്, മെസ്സേജുകളാണ് നമ്മുടെ ചുറ്റിനുള്ളത്. അപ്പൊ നമ്മുടെ ചെവി നമ്മളെ പറ്റിക്കയല്ലേ? അതെ. ചൂടുവെള്ളത്തിൽ കൈമുക്കി ഈ പച്ചവെള്ളത്തിൽ കൈമുക്കി നോക്കൂ. നിങ്ങളുടെ സ്പർശനേന്ദ്രിയം നിങ്ങളോട് കളവ് പറയില്ലേ? സ്വന്തം വയറ്, സ്വന്തം ശരീരം നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നതാ. ഒരു ദിവസം നിങ്ങളെ പറ്റിച്ചിട്ട് മരിച്ചു പോകുന്നത് ഇതേ ശരീരം തന്നെയല്ലേ? എല്ലാവരും ചതിയന്മാരാ, എല്ലാവരും. എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് ഭ്രാന്തില്ല. സത്യം അറിയുന്ന, അത് മനസ്സിലാക്കുന്ന, അത് വിളിച്ചു പറയുന്ന എനിക്ക് മാത്രം ഭ്രാന്ത്. അങ്ങനെ ഞാൻ തോറ്റു. ഇനി എനിക്കൊന്നും പറയാനില്ല. നീ പറഞ്ഞു വരുന്നത് എന്താണ്? ഒരു വണ്ടി ചക്രം ചലിക്കുകയും തിരികുകയും ചെയ്യുമ്പോ അതിന്റെ കേന്ദ്രബിന്ദു നിശ്ചലമായി നിൽക്കുന്ന പോലെ തോന്നാറില്ലേ? പക്ഷേ അതിനു ചുറ്റും ചക്രം തിരിയുന്നു. ഈ ചക്രത്തെ പറ്റി അറിയുന്നവർ പറയുന്നു എല്ലാം ഒരു മാറ്റമാണെന്ന്. ഓരോ നിമിഷവും മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതൊരു നിരന്തര പ്രക്രിയയാണെന്ന്. കേന്ദ്രബിന്ദുവിനെ അറിയുന്നവർ പറയുന്നു എല്ലാ ചലനത്തിന്റെയും കേന്ദ്രത്തിൽ നിശ്ചലവും സുസ്ഥിരവുമായ എന്തോ ഉണ്ടെന്ന്. ഇതൊക്കെ എന്തോ അതെ, വല്ലതും മനസ്സിലാവുന്നു. അനുഭവിച്ചോ? കാക്കക്കൂട്ടില് കല്ലെറിഞ്ഞ പോലെയാ എന്റെ മോനോട് സംസാരിക്കാൻ ചെന്ന. പറയുന്നതിന്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ലെങ്കിലും ഇപ്പൊ പറഞ്ഞതല്ല എനിക്ക് കാണാപ്പാടാ. അപ്പൊ അവൻ രണ്ടുമൂന്ന് കൊല്ലായിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കില്ല. അല്ലാതെ പിന്നെ ഈ പറഞ്ഞത് തന്നെയാണ് തിരിച്ചും മറിച്ച് അവൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ശരി, എനിക്കിപ്പോ അങ്ങ് ശീലമായി. ഇതൊന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് നിങ്ങളുടെ കുറ്റമല്ല. നാം ഒരു റേഡിയോ പരിപാടി കേൾക്കുന്നു. ആ ശബ്ദം അപ്പോ തിരിച്ചപ്പോ ഉണ്ടായതാണോ? അല്ല. ആ റേഡിയോ പ്രോഗ്രാമുകൾ അതിനു മുന്നേ ഉണ്ടായിരുന്നു. അവ കേൾക്കാൻ റേഡിയോയും ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അതാണ് കാര്യം. ഈ ശരീരം ഒരു മുറിയാണ്. മുറിക്കുള്ളിൽ ശൂന്യതയാണ്. യഥാർത്ഥത്തിൽ അവിടെ മുറി ഉണ്ടാവുന്നതിന് മുന്നേ ശൂന്യത ഉണ്ടായിരുന്നു. മുറി നശിച്ചാലും ശൂന്യത അവിടെ തന്നെ നിലനിൽക്കും. മനസ്സിലായോ? നിനക്ക് മനസ്സിലായി? വലിയ കാര്യങ്ങളാണ് പറയുന്നത്. പേടിക്കണ്ടെന്ന് ചുമ്മാ നിക്കേ, പ്രശ്നമൊന്നുമില്ല. അതെ, എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നു? ഇങ്ങനൊരു മകനെ കിട്ടിയതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ആണോ? അതെ സുഹൃത്തെ, യഥാർത്ഥത്തിൽ ഭ്രാന്തുള്ളവരുടെ ലോകത്തേക്ക് ഇറങ്ങി വന്ന ഒരു മലക്കാണ്. മാലാഖയാണവൻ. അവനെ ചികിത്സിക്കരുത്. അവനെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നു. എവിടെ സ്നേഹമുണ്ടോ അവിടെ ചില ക്രമഭംഗങ്ങൾ ഉണ്ടായിരിക്കും. നീതിക്കൊരിക്കലും
ഈ ക്രമഭംഗങ്ങളെ സ്വീകരിക്കാനാവില്ല. കരുണയ്ക്കാവട്ടെ 1000 വട്ടം അതിനാവുകയും ചെയ്യും.